ഹലോ കുട്ടീസ്. അപ്പം കുറേ ദിവസം കൊണ്ട് എൻ്റെ മുടിയാണെങ്കിൽ ഈ ഒരു സെയിം രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം കുറേ പേര് ഈ ഹീറ്റ്ലെസ് കേൾസ് വെച്ചിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സംഭവം വെച്ചിട്ട് ഈ ഇങ്ങനെ ചുറ്റണത് ഒരു സംഭവമാണ്. അതിൻ്റെ പേരാണ് ഹീറ്റ്ലെസ് ബാൻഡ്. അപ്പം ഹീറ്റ്ലെസ് ബാൻഡ് വെച്ചിട്ട് എനിക്കൊരാഗ്രഹം, എൻ്റെ മുടിയും അങ്ങനെ ചുരുണ്ട് കിടക്കുമോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മുടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഓൾറെഡി സ്മൂത്തനിങ് ചെയ്ത മുടിയായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അതിന് മുന്നേ നമുക്ക് കുറച്ച് ട്യൂട്ടോറിയൽ വീഡിയോസ് എൻ്റെ ഫോണിൽ നിന്ന് നോക്കാം. അത് ചെയ്യണം എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണം അതിങ്ങനെ വയ്ക്കുക. ബാക്കിൽ നിന്നാണ് തുടങ്ങണം. നടുക്ക് വെക്കണം. ആ സ്പ്രേ അടിച്ചത് വെള്ളമാണ് കേട്ടോ. ഇതെങ്ങനെയാണ്? It's too complicated. വേണ്ട. ഓക്കെ, ഇത് വെള്ളം അടിക്കുക, അങ്ങനെയല്ലേ? ഓക്കെ, അപ്പം ഇത് കുറച്ചും കൂടെ ഈസി എന്നാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങാം. എന്തായാലും ഉറങ്ങാനൊന്നും പറ്റില്ല, കാരണം ഇപ്പം ഉച്ചയാവാറായി. അപ്പം ഞാൻ അത് വെച്ചിട്ടൊരു 2 മണിക്കൂറൊക്കെ ഇങ്ങനെ നടന്നിട്ടൊക്കെ വരാം. ഓക്കെ, അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. സോ ഇതാണ് കേട്ടോ സംഭവം. ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്, കണ്ടോ? അപ്പം ഇതിൻ്റെ കൂടെ 2 സ്ക്രഞ്ചീസ് വരും. എന്നിട്ട് ഓരോന്നും കൂടെ ഉണ്ടല്ലോ. ഒരു മിനിറ്റ്. ഓക്കെ, ഇതിൻ്റെ കൂടെ 2 സ്ക്രഞ്ചീസ്, പിന്നെ ഒരു ക്ലിപ്പ്, പിന്നെ ഈ ഒരു പഞ്ഞി പോലെ ഇരിക്കുന്ന സാധനം. എന്തായാലും എൻ്റെ മുടി പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ സ്മൂത്തനിങ് ചെയ്തത്. സ്മൂത്തനിങ് ചെയ്തപ്പം പിന്നെ അതിനേക്കാളും എനിക്ക് വയ്യ. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 സെക്ഷനായി ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് ഉടക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതിനെടുത്ത് ഓക്കെ, അപ്പം ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. പിന്നെ സ്പ്രേ ഒന്ന് മുടിയിനെ ഫുള്ളും ഡാബ് ചെയ്യണം. വെള്ളം വെച്ചാലും മതി. ഇത്രയൊക്കെ മതിയാവും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നടുക്കാണ് വയ്ക്കാൻ. നടുക്ക് വെച്ചിട്ട് ഇവിടെ ഒരു ക്ലിപ്പ്. അപ്പോൾ അത് ഒരിടവും പോവാതെ അവിടെ തന്നെ അനങ്ങാതിരിക്കും. പിന്നെ ഒരു സെക്ഷൻ എടുക്കുക. ഇവിടെ മുകളിൽ നിന്ന് കാണും പോലെ ഒന്നുമല്ല കേട്ടോ, ഭയങ്കര പാടാണ്. ഇങ്ങനെ ഓക്കെ. ടൈറ്റ് ചെയ്യണം, ടൈറ്റ് ചെയ്ത് വേണം എടുക്കാൻ.
കണ്ണ് എവിടെയൊക്കെ പോകണം. ഇങ്ങനെ തന്നെ എൻ്റെ മുടി. ഓക്കെ, നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. കുറച്ച് പോർഷൻ കൂടെ ഉണ്ട്, അതിനെ ഇങ്ങനെ എടുക്കുക. ഇനി എന്തിനാണെന്ന് സംഭവം ഇങ്ങനെ ആയിരിക്കും. കുറച്ച് ടൈറ്റാക്കി വേണം, പൊക്കി പൊക്കി ടൈറ്റാക്കി വേണം ഇതിനെ കേൾ ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇൻഡ് വന്നിട്ട് സ്ക്രഞ്ചി എടുക്കുക. പക്ഷെ ഇവിടെ കുറച്ച് ലൂസായോ എന്നൊരു സംശയം. കുഴപ്പമില്ല, വേണ്ടായിരുന്നു. ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ടേ പോകും. ഇത് ഇവിടെ എന്തായാലും ലൂസായിരിക്കണം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ചുരുട്ടിയെടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു പോർഷൻ എടുത്ത് വീണ്ടും റോൾ ചെയ്ത് ഈ പ്രോസസ്സ് ചെയ്യുമ്പം ടൈറ്റ് ആക്കാൻ മറക്കല്ല കേട്ടോ. ടൈറ്റ് ആയാലേ ഈ കേൾ വർക്കാവുള്ളൂ. ആര് പറയണത്? Come on Nishpa, you can do it. ഇതിനേക്കാളും പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു. കഴിയുമ്പോൾ അറിയാം. ഈ സിൻഡ്രല്ലയിൽ വരൂലേ ഒരു അവളെ സ്റ്റെപ്പ് മദർ, അവളെ പോലെ തന്നെ ആയിരിക്കും. ഓക്കെ, കുറച്ച് മടി ബാക്കിയുണ്ട്. ഇത് മറന്നുപോയി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് അയ്യല്ലേ, ഇങ്ങനെയാണ് കെട്ടാനുള്ളത്. കെട്ടാനുള്ള സാധനം വേറെ ഒരു സ്ക്രഞ്ചി. കെട്ടി ഗൈസ്, കണ്ട ഇത് പെർഫെക്റ്റ് ആയിരിക്കുന്നു എന്ന് തോന്നണം. നമുക്ക് എടുക്കുമ്പോഴേ ഇനി അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഞാൻ ഡാം ചെയ്യാം. അടിച്ചടിച്ച് തീരാറായെന്ന് തോന്നുന്നു.
നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് മാത്രം അടിച്ചാൽ മതിയായിരുന്നു. അത് രാത്രി ഉറങ്ങുമ്പം അത് മാത്രം അടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കും. അതുകൊണ്ട് ഈ ഒരു ഹെയർ സ്പ്രേയും കൂടെ അടിച്ച് നോക്കാം. അപ്പോഴേ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. രാത്രി ഉറങ്ങുമ്പം കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എല്ലാം കൂടെ ഇത് തീർന്നു ഗൈസ്, കഴിഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇനി വരാം. ഓക്കെ, 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണോ ഒന്ന് നോക്കാം. പൊട്ടണം. ഓക്കെ, എനിവേസ്. ഓക്കെ ഗൈസ്, പറഞ്ഞതുപോലെ 2 മണിക്കൂറായി. ഞാൻ മറ്റേ സ്പ്രേ അടിച്ചുകൊണ്ട് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കണത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടോ, എന്തിനാവുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടോ. അപ്പം ഇതിനെ ആദ്യം റിമൂവ് ചെയ്യാം. കോമഡി ആയിരിക്കുന്നു. അടുത്ത് ഇതിന് ഓക്കെ ഗൈസ്, the moment of truth. ഇത് ഇവിടെ നിന്നാണ് കേട്ടോ എടുക്കേണ്ടത്. എന്താണ് സ്പ്രേ അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കേൾസിനെയൊക്കെ ഒന്ന് ലൂസ് ചെയ്യണം. കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ഇത് കണ്ട കുറച്ച് പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ ഇരിക്കണത്. പക്ഷെ ഇത് കണ്ട ഇവിടെ നേരത്തെ നല്ല ലൂസായിട്ടാണ് ഇരുന്നത്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ബട്ട് ലുക്ക് അറ്റ് ദിസ് കേൾ, സോ ബ്യൂട്ടിഫുൾ. ഇനി ഇങ്ങനെ കുറച്ച് ലൂസാക്കിയിട്ട് ഇത് ഞാൻ തന്നെയാണോ കുട്ടാ? സത്യം പറഞ്ഞാൽ ഇത് സ്മൂത്തനിങ് ചെയ്ത മുടിയായതുകൊണ്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് വരാത്തത്. പക്ഷേ നിങ്ങളെ മുടി സ്മൂത്തനിങ് ചെയ്യാത്ത മുടിയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേളി ആയിട്ടിരിക്കും. ഓക്കെ, പക്ഷേ സ്മൂത്തനിങ് ചെയ്താലും കുറച്ചൊക്കെ കേളി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ സ്പ്രേ കൂടുതൽ ഇവിടെ അടിച്ചു പോയി, അതാണ് പ്രശ്നം. സോ അത്രേ ഉള്ളൂ ഗായ്സ്. എനിക്ക് എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ മുടിയിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സോ എനിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ട്. എന്തായാലും എൻ്റെ പൊട്ടത്തനങ്ങളും മേക്കപ്പ് റിവ്യൂസുകളും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ പ്ലീസ് ഹിറ്റ് ദറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. ബൈ.